വിജ്ഞാനിയായ സോളമൻ നമുക്കേവർക്കും മാതൃകയാകട്ടെ. യൂപ്രാസ്യ കൂട്ടായ്മ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു വിജ്ഞാനിയായ സോളമൻ. ചൊരിയട്ടെ ശാന്തി തെളിനീരായി ഒഴുകട്ടെ, സ്നേഹം കുളിർക്കാറ്റായി കഴുകട്ടെ, ദൈവരാജ്യം മണ്ണിതേ വിരിയട്ടെ. സോളമൻ, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഇബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ദൈവമായ എൻ്റെ കർത്താവേ, നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കുവാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. സോളമൻ, നീ സമ്പത്തോ ദീർഘായുസോ ശത്രുസംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിനുള്ള വിവേകം മാത്രം ആവശ്യപ്പെട്ടതിനാൽ നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. നിന്നോട് കിടപിടിക്കുവാൻ തക്ക രാജാക്കന്മാർ ആരും ഉണ്ടാകാതെയിരിക്കത്തക്കവണ്ണം വിജ്ഞാനവും വിവേകവും സമ്പത്തും ദീർഘായുസ്സും ഞാൻ നിനക്ക് നൽകുന്നു. മഹാരാജാവ് തിരുമനസ് നീണാൾ വാഴട്ടെ. തിരുമനസെ, ഷേബാരാജ്ഞിയും പരിവാരങ്ങളും അവിടുത്തെ മുഖം കാണിക്കുവാൻ ഭൂമുഖത്ത് കാത്തു നിൽക്കുന്നു. കടന്നു വരാൻ പറയൂ. സോളമൻ രാജൻ നീണാൾ വാഴട്ടെ. വരണം മഹാറാണി, വരണം. എന്താണ് റാണിക്ക് നമ്മോട് ഉണർത്തിക്കുവാനുള്ളത്? മഹാരാജൻ, അവിടുത്തെ കീർത്തി ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്നു. അങ്ങയുടെ ബുദ്ധി വൈഭവത്തെ പറ്റി കേട്ടറിഞ്ഞ് അവിടുത്തെ മുഖം കാണിക്കാനാണ് നാം എത്തിയിരിക്കുന്നത്. അങ്ങയുടെ ബുദ്ധി വൈഭവത്തെ പരീക്ഷിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മഹാരാജൻ. തീർച്ചയായും മഹാറാണി. മഹാരാജൻ, ഞാൻ മനോഹരമായ 2 പുഷ്പങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 2 പുഷ്പങ്ങളിൽ ഏതാണ് എന്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയ പുഷ്പം, ഏതാണ് ദൈവസൃഷ്ടി? പുഷ്പത്തിൽ അവിടുന്ന് സ്പർശിക്കാൻ പാടില്ല. ആരവിടെ? ജനലുകളും വാതായനങ്ങളും തുറന്നിടുവാൻ നാം ആജ്ഞാപിക്കുന്നു. മഹാറാണിയുടെ വലതുകരത്തിൽ ഇരിക്കുന്ന പുഷ്പമാണ് ദൈവസൃഷ്ടി. അത്ഭുതമായിരിക്കുന്നു മഹാരാജൻ, അത്ഭുതമായിരിക്കുന്നു. അങ്ങ് ഇതെങ്ങനെ കണ്ടുപിടിച്ചു എന്നറിയാൻ നാം ആഗ്രഹിക്കുന്നു മഹാരാജൻ. റാണി, തുറന്നിട്ട വാതായനത്തിലൂടെ വണ്ട് വന്ന് പുഷ്പത്തിലിരുന്ന് മധു നുകരുന്നത് നാം കണ്ടു. മഹാരാജൻ, അങ്ങയുടെ ജ്ഞാനവും സമ്പത്തും കേട്ടതിനേക്കാൾ എത്രയോ വലുതാണ്. അങ്ങിൽ പ്രസാദിച്ച് ഇസ്രായേലിന്റെ രാജസിംഹാസനത്തിൽ അങ്ങയെ ഉപവിഷ്ടനാക്കിയ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ഇതാ ഈ എളിയ സമ്മാനം അങ്ങ് സ്വീകരിച്ചാലും. സോളമൻ രാജൻ ജയിക്കട്ടെ. പ്രഭോ, 2 സ്ത്രീകൾ ഒരു ശിശുവിനെ ചൊല്ലി കൊട്ടാരവാതിൽക്കൽ നിന്ന് വഴക്കുണ്ടാക്കുന്നു. എത്രയും വേഗം ആ 2 സ്ത്രീകളെയും നമ്മുടെ അടുത്തെത്തിക്കൂ. അടിയൻ.
എന്താണ് നിങ്ങളുടെ പ്രശ്നം? തിരുമേനി, ഞാനും ഇവളും ഒരേ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഉറക്കത്തിൽ ഇവൾ കുട്ടിയുടെ മേൽ കയറി കിടക്കുകയും കുട്ടി മരിക്കുകയും ചെയ്തു തിരുമേനി. എന്നിട്ട് മരിച്ച കുഞ്ഞിനെ എന്റെ അടുത്ത് കിടത്തിയിട്ട് ജീവനുള്ള എന്റെ കുഞ്ഞിനെ ഇവൾ തട്ടിയെടുത്തു തിരുമേനി. കള്ളം, പച്ചക്കള്ളം തിരുമേനി. ഇത് എന്റെ കുഞ്ഞാണ്. ഞാൻ മോഷ്ടിച്ചതല്ല ഇത്. ഇതെന്റെ കുഞ്ഞാണ്. ഇവളാണ് നുണ പറയുന്നത്. ഞാൻ ഉറക്കത്തിൽ കുഞ്ഞിനെ മോഷ്ടിച്ചിട്ടില്ല തിരുമേനി. എടി പോടി, നിന്റെ ചത്ത കുഞ്ഞിനെ കൊണ്ടുപോയി മണ്ണിൽ കുഴിച്ചു മൂടടി. ഇത് എന്റെ കുഞ്ഞാണ്. മിണ്ടാതിരിക്കടി മൂശാട്ടെ, നീ കള്ളത്തിനെ പറയുന്നത്. ഉറക്കത്തിൽ എന്റെ കുഞ്ഞിനെ മോഷ്ടിച്ചതും പോരാ, എന്നിട്ട് അവക്കിപ്പോ എന്റെ കുഞ്ഞിനെ കൊണ്ട് മണ്ണെ കുഴിച്ചു മൂടണം അല്ലേ? നടക്കില്ലടി, നടക്കില്ല. നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ആരവിടെ? അടിയൻ. ഈ ശിശുവിനെ ഒരു പീഠത്തിൽ കിടത്തുവാൻ നാം ആജ്ഞാപിക്കുന്നു. ഒരു വാൾ കൊണ്ടുവന്ന് ഈ ശിശുവിനെ 2ആയി വിഭജിക്കൂ. ഓരോ ഭാഗം ഓരോരുത്തർക്കായി കൊടുക്കുവാൻ നാം കൽപ്പിക്കുന്നു. അരുത് തിരുമേനി, അരുത്. എന്റെ കുഞ്ഞിനെ കൊല്ലരുത് തിരുമേനി. നൊന്ത് വെച്ച് എന്റെ കൺമുൻപിൽ വെച്ച് ഈ കുഞ്ഞിനെ നിഷ്കരണം കൊല്ലരുത് തിരുമേനി. കുഞ്ഞിനെ അവൾക്ക് തന്നെ കൊടുത്തേക്കൂ. ഈ കുഞ്ഞിനെ വളർത്തുവാനുള്ള ഭാഗ്യമില്ലെങ്കിലും ഈ കുഞ്ഞ് ജീവിക്കുന്നത് കാണാനെങ്കിലും എന്നെ അനുവദിക്കൂ. വിഭജിക്കൂ തിരുമേനി, വിഭജിക്കൂ. ഈ കുട്ടിയെ 2ആയി വിഭജിക്കൂ. ഇവൾക്കും വേണ്ട, എനിക്കും വേണ്ട കുട്ടിയെ. ആരവിടെ? അടിയൻ. ജീവനുള്ള ശിശുവിനെ വിഭജിക്കേണ്ടതില്ല. യഥാർത്ഥ അമ്മയായ ഇവൾക്ക് നൽകുക. കപടനാട്ടുകാരിയായ ഇവളെ കൽത്തുറുങ്കിലടയ്ക്കുവാൻ നാം കൽപ്പിക്കുന്നു. നീതി പൂമഴയാ ചൊരിയട്ടെ, ശാന്തി തെളിനീരായി ഒഴുകട്ടെ, സ്നേഹം കുളിർക്കാറ്റായി കഴുകട്ടെ, ദൈവരാ